ചെന്താമരയുമായി അന്വേഷണ സംഘം ഇന്ന് നിർണായക തെളിവെടുപ്പ് നടത്തി. ക്രൂര കൊലപാതകം പുനരാവിഷ്കരിച്ചായിരുന്നു പോലീസിന്റെ തെളിവെടുപ്പ്. കൃത്യം നടത്തിയ പ്രതി ഒരു പകൽ മുഴുവൻ കഴിച്ചുകൂട്ടിയത് ഒരു കനാലിലായിരുന്നു. പോലീസ് നീക്കങ്ങൾ മലയുടെ മുകളിലിരുന്ന് ഈ പ്രതി കാണുകയും ചെയ്തു. തെളിവെടുപ്പ് നാളെയും തുടരും. വിയ്യൂരിൽ നിന്ന് അന്വേഷണ സംഘം രാവിലെ 11:15 പ്രതിയുമായി ആലത്തൂർ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ. ബുധനാഴ്ച ഉച്ചയ്ക്ക് 3 മണിവരെ കസ്റ്റഡി അനുവദിച്ച് കോടതി ഉത്തരവ്. പിന്നാലെ വൻ പോലീസ് സന്നാഹത്തിൽ കൊലപാതകം നടന്ന ബോയൻ നഗറിലേക്ക്. പ്രതിക്കെതിരെ ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രതിഷേധങ്ങൾ കണക്കിലെടുത്ത് വൻ പോലീസ് സന്നാഹത്തെ പോത്തുണ്ടിയിൽ വിന്യസിച്ചു. 12:15 തെളിവെടുപ്പ് ആരംഭിച്ചു. സുധാകരനെയും ലക്ഷ്മിയെയും വെട്ടിവീഴ്ത്തിയ റോഡിൽ പോലീസിന്റെ ആദ്യ ക്രൈം സീൻ പുനരാവിഷ്കരണം. കൊലപാതകത്തിന് ശേഷം വീട്ടിൽ കൊടുവാൾ വെച്ചുവെന്നും തുടർന്ന് വീടിന്റെ പിന്നിലൂടെ ചാടി കനാലിനടിയിൽ ഒളിച്ചിരുന്നതായും പ്രതി പോലീസിനോട്. ഇതിനിടെ സിം കാർഡ് അടങ്ങിയ ഫോൺ പാടത്തുപേക്ഷിച്ചു. രാത്രി വരെ കനാലിൽ ഇരുന്നുവെന്നും കനാലിലെ ഓവിലൂടെ വൈകുന്നേരം മല കയറിയെന്നും ചെന്താമര പോലീസിനോട് വിവരിച്ചു. തെളിവെടുപ്പിനിടെ ചെന്താമര തന്നെ രൂക്ഷമായി നോക്കിയെന്ന് അയൽവാസി പുഷ്പ 24നോട് പറഞ്ഞു. പുറത്തിറങ്ങിയാൽ തന്നെ പ്രതി കൊലപ്പെടുത്തുമെന്ന് ഉറപ്പാണെന്നും പുഷ്പ. ഇതപ്പോ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ നോക്കിയല്ലോ, അത് കഴിഞ്ഞപ്പോ സാറ് വിളിച്ചല്ലോ എന്നെ. സാറ് വിളിച്ചപ്പോ സാറ് എന്നെ നിർത്തിയത് അതാണ് നിങ്ങൾ കാണിച്ചു തരാ പറഞ്ഞ വ്യക്തി പറയുമ്പോഴേക്ക് അയാള് പിന്നെയും ഇത് അവിടെ വെച്ച് ചുണ്ട് കടിച്ചു, നാക്ക് കടിക്കുന്നു. ഇപ്പൊ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോ കടിച്ചു. അപ്പൊ എന്റെ ബാക്കിൽ ഒരു ഏട്ടനുണ്ടായത് എന്റെ മുമ്പ്. നോക്ക് ചേച്ചി, ചേച്ചിനെ നോക്കണു, ശ്രദ്ധിക്കണം നോക്ക് പറഞ്ഞു. അതാണ് അയാൾക്ക് കൊലപറി. ക്രൈം സീൻ പുനരാവിഷ്കരണം ഏറെ പ്രയോജനം ചെയ്തെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ ആലത്തൂർ DVSP മുരളീധരൻ. അത് SP സാറിന്റെ നിർബന്ധമായിരുന്നു, നമ്മുടെ അജിത് കുമാർ സാറിന്റെ, SP സാറിന്റെ പാലക്കാട്. അത് ശരിക്കും സീൻ റീക്രിയേറ്റ് ചെയ്യണം പറഞ്ഞു. ഏകദേശം ഒരു 80% സാധിച്ചു എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. DYSP ഓഫീസിലെത്തിച്ച പ്രതിയെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തു പോരുകയാണ്. നാളെ പ്രതി ആയുധം വാങ്ങിയ എലവഞ്ചേരിയിലും തെളിവെടുപ്പുണ്ടാകും. പ്രതിഷേധങ്ങളില്ലാതെ തെളിവെടുപ്പ് പൂർത്തിയാക്കാനായതിൽ പോലീസിന് ആശ്വാസം. നാളെ ആയുധം വാങ്ങിയ എലവഞ്ചേരിയിലടക്കം പ്രതിയെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തും. അതുവരെ പരമാവധി ചോദ്യം ചെയ്യാനാണ് ആലത്തൂർ DVSPയുടെ തീരുമാനം. രാജീവ് സുദേവിനൊപ്പം നിഖിൽ പ്രമേഷ്, 24 പാലക്കാട്.